എത്ര രൂപ ആണ് കോവിൽ പക്കൽ എത്ര രൂപ? രണ്ടാളും കൂടി 100 രൂപ. എത്ര? അങ്ങനത് ഒരു 50ക്ക് പോവാ. 10 രൂപ. അവിടെ എവിടെ ഇറങ്ങണേ? അവിടെ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ലോഡ്ജിൻ്റെ ആണോ? എന്തേ എന്താ പ്രശ്നം പറ? ഒന്നും കുഴപ്പമില്ല. ഉനക്ക് എന്നെ പണിക്കിത്താണ് പ്രശ്നം. 100 രൂപ ചോദിച്ചു 90 രൂപ കൊടുക്കുമ്പോ 80 തരുന്ന ഇറങ്ങി 80 തന്നെ കൊടുക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ബാർഗൈനിങ് നടത്തിയതാണ്. ആള് ഞങ്ങളെ വിലയിരുത്തിയിട്ട് പറയാണ്, ദേവസ്വം റെസ്റ്റ് ഹൗസിൽ നിങ്ങൾ എന്തായാലും റൂം എടുത്ത് തന്നെയാണ്, കാരണം പിശുക്കന്മാരാണ് നിങ്ങൾ എന്നിട്ടൊരു ഭാവവും. എന്തായാലും നമ്മൾ 80 രൂപ കൊടുത്തുകൊണ്ട് കുതിരവണ്ടി എന്ന് പറയാൻ പറ്റില്ല, കോവർ കഴുതയുടെ വണ്ടിയിൽ നമ്മൾ പഴനി ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ ലക്ഷ്യമാക്കി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഴനിയുടെ അടിവാരത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴവിൽക്കാവടി എന്ന ജയറാം സിനിമയിലെ പല രംഗങ്ങളും ഷൂട്ട് ചെയ്തത് ഈ ഭാഗത്ത് വെച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പഴനി ദേവസ്വം ഗസ്റ്റ് ഹൗസ്, അതിൻ്റെ പേര് ദണ്ഡപാണി നിലയം എന്നാണ്. ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ റൂം ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ അവിടെ തന്നെ കുറേ മലയാളീസ് റൂം ആരെങ്കിലും വെക്കേറ്റ് ചെയ്ത് പോകുന്നതും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അവരുടെ മുഖമൊക്കെ ഒരു ജാതിയായി. കാരണം അവർക്ക് കിട്ടേണ്ടത് ഞങ്ങൾക്കായിട്ട് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച് അവർ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും റൂമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ അതിൻ്റെ തൊട്ട് തന്നെയുള്ള കാർത്തിക് നിലയം എന്ന ഒരു റൂം എടുത്തു. റൂമിന് വന്ന റേറ്റ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. അത് AC റൂമായിരുന്നു. തീർച്ചയായിട്ടും നല്ല ഒരു റൂമായിരുന്നു. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലോഡ്ജിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു തട്ടുകടയുണ്ട്. അത് നേരെ കാണുന്നത് പഴനിമലയാണ്. ഇവിടുന്ന് ചായ കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഭഗവാനെ ദർശിച്ചുകൊണ്ടാണ് നമ്മൾ ആകാശമൊക്കെ ഇങ്ങനെ നല്ല മേഘാവൃതമായിട്ട് നിൽക്കുന്നു. ചൂടുണ്ട്, എന്നാൽ തന്നെയും നല്ലൊരു വൈബാണ്. അപ്പോൾ നമ്മൾ ഇനി പഴനിമല കയറാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. ഇപ്പോൾ രാവിലത്തെ ആ ഒരു വൈബിൽ നമ്മൾ ചായയൊക്കെ കഴിച്ചുകൊണ്ട് പഴനിമല കയറാമെന്ന് വിചാരിക്കുകയാണ്. പടികൾ നടന്ന് കയറാം എന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോവാം. പഴനിയിലേക്ക് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽക്ക് ഞാൻ വരാൻ തുടങ്ങിയതാണ്. അമ്മയെയും ചേച്ചിമാരെയും പിന്നെ ചേട്ടന്മാരെയൊക്കെ ആയിട്ട് മൂത്ത ചേട്ടനാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാറ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേരും ബാലസുബ്രഹ്മണ്യൻ എന്നാണ്, വിളിക്കുന്നത് സത്യേട്ടൻ എന്നും. അന്നൊക്കെ നമ്മൾ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നിരുന്ന അന്നും ഇന്നും 2 സംഭവങ്ങളാണ്. ഒന്ന് ഇവിടുത്തെ അടയ്ക്കാപ്പായവും പിന്നെ ഒന്ന് ഓറഞ്ചും. ഈ 2 സാധനങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഞാൻ മെല്ലെ സ്റ്റക്കായി അവിടെ നിൽക്കും. ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. അമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് വേണം പിന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ. ഇപ്പോൾ വന്നാലും അമ്മ കൈ പിടിക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ സുനിൽ എന്നെ പിടിച്ച് മാറ്റിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. കാരണം അടയ്ക്കാപ്പായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകിച്ച് പഴനിയിലെ അടയ്ക്കാപ്പായം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് അടയ്ക്കാപ്പായം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. പട്ടാമ്പിയിൽ ഞങ്ങൾ പേരയ്ക്ക് പറയുന്ന പേരാണ് അടയ്ക്കാപ്പായം എന്നത്.